ഒരുപാട് ആരാധികമാരുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും. എനിക്ക് ഒരു ലെറ്റർ മുഴുവനും ഒരു പേജും അതിൻ്റെ പുറകെ അരഭാഗം ഞാൻ റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്ലഡിൽ എഴുതിയിട്ട് കണ്ണൂർ ഷെരീഫ് ഖാണോ ഷാഫി കൊല്ലമാണോ ഏറ്റവും നല്ല കലാകാരൻ എന്ന് വെച്ചു. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് പറഞ്ഞു കൊല്ലം ഷാഫിയാണ്. ഷാഫി എഴുതും, ഷാഫി സംഗീതം ചെയ്യും, ഷാഫി അഭിനയിക്കും, ഷാഫി ഡയറക്ഷൻ ചെയ്യും അല്ലേ. ഇത് 5 കാറ്റഗറിയിലും നല്ല നിലവാരം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ കലാകാരനാരാ? എല്ലാരും കൂടി ആക്കി അടിച്ചു പൊളിച്ചൊരു പാട്ട്. ഏതാ പാട്ടെന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? അരിപ്പോ തിരുപ്പോ അരിപ്പോ തിരുപ്പോ കോതല മംഗല പരിപ്പോ 12 പുതിയ. മമ്മൂക്ക ഫാനാണ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പടം കണ്ടത് ലാലേട്ടനാണ്. പക്ഷെ ലുക്ക് വൈസ് ഞങ്ങളൊരു മോഹൻലാലാണ്. അതെല്ലാവരും പറയേണ്ടതാണ്. പാട്ട് മാത്രമല്ല, ഒരു അസാധ്യമായ ഒരു ഡാൻസറും കൂടിയാണ് തെളിയിച്ച ഒരു ആൽബാണ് ഒരു പൂവ് തന്നാൽ. കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിനഴകേ തിളങ്ങുന്ന താരകൾ. രാജക്ക് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ പാടണമെന്ന് ആഗ്രഹിച്ചിട്ട് പാടാൻ പറ്റാതെ പോയ പാട്ടുണ്ടായിട്ടുണ്ടോ? ഒറ്റ സ്പോട്ടിൽ പറയും. ഒരു നാളും പറയാതെ അകതാരിൽ കുറിച്ചുള്ള അനുരാഗ കഥയിന്ന് കണ്ണീരായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അപ്പോൾ വടകര പ്രദേശത്തൊക്കെ എന്തെങ്കിലും അത്യാവശ്യം കല്യാണ വീട്ടിലൊക്കെ പാടാൻ വിളിച്ചാൽ ജീവിച്ചു പോകാന്നുള്ള ഇതിങ്ങനെ മഹാതരംഗാവെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ വിളിക്കും. അല്ല താജുദ്ദീനാണോ? അതെ, ഒരു വർക്കുണ്ട് എറണാകുളത്ത് വരാൻ പറ്റുമോ? ഞാൻ പേടിച്ചിട്ട് എറണാകുളത്ത് പോയില്ല. അവർ വിചാരിക്കുന്നത് ജാടയാന്നാ, അവിടെ പോയിട്ട് കുറവാൻ പറ്റുമല്ലോ. അവർ റിസ്ക് വലിയ സംഗീത സംവിധാനമൊക്കെ വടകര കോഴിക്കോട് വരും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാ പഠിച്ചാണ്. അപ്പോൾ ഈ വോയിസിലല്ലാണ്ട് ഇപ്പോൾ അവരിപ്പോൾ കണ്ണടച്ച് ഒരു ഉദാഹരണം പറയും, കണ്ണടച്ചിരുന്ന്, ഇത് വടകരക്കാരെ വർക്കാണ്. കണ്ണടച്ചിരുന്നാൽ നീയാണെൻ്റെ സജി അന്ന് കുറേ പേര് വെച്ച പാട്ടാണല്ലോ. ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇവർ മനസ്സുകൊണ്ട് ചെങ്ങായി വെറുതെ വിട്ട നമുക്ക് ഇയാളെ വോയിസ് ശരിയില്ല എന്നിട്ട് പോകും. കണ്ണടച്ചിരുന്ന ഈ നെഞ്ചിനുള്ളിൻ്റെ സ്റ്റൈല് അങ്ങനെ ഒരു 5-8 കൊല്ലം സത്യം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രം. എന്നിട്ട് ചില ആൾക്കാർ ഇപ്പോഴും എൻ്റെ സത്യം ബദവി പെണ്ണേ അങ്ങനെ എന്തിനാ പാടേണ്ട ആവശ്യം? ബദവി പെണ്ണെ പാടിക്കൂടെ? എനിക്ക് എൻ്റെ വോയിസ് അല്ലാന്ന് തിരിച്ചാൽ ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായിപ്പോ എൻ്റെ പഠിച്ചു തന്നൊരു മാർഗ്ഗം ഇല്ലാതായിപ്പോ എന്നൊക്കെ പേടിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയ വേദനയായി പറഞ്ഞു. എല്ലാം പറയട്ടെ. പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് സ്വതന്ത്രമായിട്ട് മില്യൻ എമോഡിയസ് ഷാഫി എന്നോട് എപ്പോഴും പറയും, താജുഖാൻ്റെ വോയിസ് നല്ല, താജുഖാൻ്റെ വോയിസ് പാട്. അവൻ കുറേ പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ റൂഹ് എന്ന് പറഞ്ഞൊരു വർക്കിൽ ഷാഫി ബൈയുടെ ഇന്നേ ഞാൻ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് ഒരാൾ ഈ വിഷയത്തിനെ കുറിച്ചൊരു ഒരു കേസറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇസ്ലാം കാര്യത്തിലാ 5 എടാ അറിയാലോ. ഈ മാങ്കാരി 6. ഈ ഇസ്ലാം കാര്യത്തിൽ 5 ഓരോ കാര്യമില്ലേ, അതാണ് ഓരോ പാട്ടിൻ്റെയും വിഷയം. ഒരു പാട്ട് ഇസ്ലാം കാര്യത്തിൽ ആദ്യത്തൊന്ന് അതൊരു പാട്ട്, ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തത് അതൊരു പാട്ട്, അതുപോലെ ഈമാൻ കാര്യത്തിൽ ഒരു പാട്ട്, അങ്ങനെ ആദ്യമായിട്ടായിരിക്കും. എനിക്ക് ഷാഫിയോടുള്ള ആകെയുള്ള അസൂയ, വേറെ ഒരു കാര്യത്തിൽ എനിക്ക് ഷാഫിയുടെ അസൂയയില്ല. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അങ്ങേറ്റത്തെ ബഹുമാനത്തോടെ എനിക്ക് അങ്ങനെ ഒരിക്കലും ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും അസൂയയുള്ള. എനിക്ക് അങ്ങനെ ഒന്ന് എഴുതണമെന്നുണ്ട്. എൻ്റെ മീഡിയയിൽ ഇരുന്നുകൊണ്ടിട്ട് അവൻ എഴുതുന്ന പോലെ പാട്ടുകൾ എഴുതണമെന്ന് സത്യം എനിക്ക് ഭയങ്കര അസൂയ. എൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്ത് വലിയൊരു മീഡിയ ഗൾഫിൽ നിന്ന് വലിയൊരു ഈ റേഡിയോ സ്പോട്ടിലൊരു ചോദ്യം ചോദിക്കും, അതിന് സ്പോട്ടിൽ ഉത്തരം പറയണമെന്ന് പറയും. കണ്ണൂർ ഷെരീഫ് ഖാണോ ഷാഫി കൊല്ലമാണോ ഏറ്റവും നല്ല കലാകാരൻ എന്ന് ചോദിച്ചു. അവരുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഏറ്റവും നല്ല പാട്ടുകാരെന്നല്ല ചോദിക്കുന്നത്, ഏറ്റവും നല്ല കലാകാരൻ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് പറഞ്ഞു കൊല്ലം ഷാഫിയാണെന്ന് പറഞ്ഞു. കാരണം ഷെരീഫ് ഖാൻ പാട്ട് പാടുന്നേ ഉള്ളൂ, അതിൽ നമ്മൾ ആരാധിക്കുന്നൊരു ഗായകനാണ്.
ദാസേട്ടനെ പോലെ മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുകയും കൊതിക്കുക, അതേപോലെ എന്തെങ്കിലും പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊതിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കലാകാരൻ ഷാഫി പാടും, ഷാഫി എഴുതും, ഷാഫി സംഗീതം ചെയ്യും, ഷാഫി അഭിനയിക്കും, ഷാഫി ഡയറക്ഷൻ ചെയ്യും അല്ലേ? ഇത് 5 കാറ്റഗറിയിലും നല്ല നിലവാരം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ കലാകാരനാരാ? അല്ലേ? പിന്നെ അതാണ് ഓരോരുത്തർക്കും ഓരോ. ഞാനെപ്പോഴും എൻ്റെ മീഡിയയിൽ ഞാൻ വളരെ മടിയനാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കണം 21 കൊല്ലമായിട്ട് എന്നെ ഞാൻ എന്നാലും അത്യാവശ്യം കഷ്ടപ്പെടാറുണ്ട്, മെനക്കെടാറുണ്ട്. സ്റ്റേജിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. എനിക്ക് ജീവിതമാർഗത്തിന് സ്റ്റേജാണ് ഏറ്റവും മുഖ്യം. അല്ലാതെ പോപ്പുലാരിറ്റി ഇനി കൽബാൺ ഫാത്തിമൻ്റെ മേലെ ഇനി എനിക്ക് തരുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും എൻ്റെ മേലെ ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കെല്ലാം തന്ന ആളാണ് ആ പാട്ട് ആർക്കാം. പക്ഷേ എനിക്ക് പലപ്പോഴും ഊർജം തരുന്ന 2 ആൾക്കാരുണ്ട്. ഒന്ന് ഈ ഷാഫി കൊല്ലം. അവൻ ഇങ്ങനെ കഷ്ടപ്പെടും, എനിക്കൊരു ആവേശം തരും അറിയാതെ. അവനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വർക്കിനോട് കഷ്ടപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം മേഖലയിൽ പോകാൻ പറ്റും. പിന്നെ തെൻസീർ കൂത്തുപറമ്പിനോട് ഞാൻ മീഡിയ എങ്ങനെ യൂസ് ചെയ്യാം, ഞാനും ഷാഫിയും തെൻസീറും അതുപോലെ സലീമും അത്തുവും ഒക്കെ ഈ മീഡിയയിലുള്ള ആളാണ്. ഈ മീഡിയയിൽ പുതിയ ക്രിയേഷൻ ചെയ്തിട്ട് എഴുത്തായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, വേഷപ്പകർച്ചയായിക്കോട്ടെ, ഷാഫി ഇങ്ങനെ നമുക്കൊക്കെ ഒരു എനർജി തരും. ഈ മീഡിയ, ഇന്നത്തെ മീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ജൂക്ക് ബോക്സൊക്കെ ആ കാലഘട്ടമല്ല. ഇന്ന് ഫേസ്ബുക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് അല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഈ മീഡിയ? ഒന്നുമല്ലാത്ത ഞാനൊന്നും തിരിഞ്ഞു നോക്കലില്ല ഒന്നും. എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെയും കൂടി ബ്രൈറ്റ് ആക്കുകയല്ലേ ചെയ്യുന്നത്. ഈ മീഡിയയൊക്കെ കൊണ്ട് 2 ആളെ മുമ്പിൽ ഞാനും എത്തിപ്പെടുന്നില്ലേ? അപ്പോൾ ആ മീഡിയ എങ്ങനെയൊക്കെ തെൻസീർ കൂത്തുപറമ്പ് ഇന്ന് രാവിലെ ഇപ്പം നേരത്തെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം റമളാനാണ്, എന്നാലും ഞങ്ങളെ തൊഴിലല്ലേ. ഇന്നലെ പോയി, ഇന്ന് പുലർച്ചെയാണ് ഷൂട്ട് കഴിഞ്ഞത്. ഞാൻ വരുമ്പോഴും കഴിഞ്ഞിട്ടില്ല, കുഞ്ഞു പെങ്ങളെ കല്യാണം. ഒരു പക്ഷേ ഇത് എന്തായാലും നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കട്ട് ചെയ്യരുത് തീർച്ചയായും, ഇതെൻ്റെ റിക്വസ്റ്റാണ്. കാരണം എന്താ അറിയാം, ഈ 9 കൊല്ലമായിട്ട് ഒരു ടൈറ്റിൽ എനിക്കൊന്ന് ഒരു സ്റ്റേറ്റിലുള്ള മാപ്പിളപ്പാട്ടായിക്കോട്ടെ, സിനിമാ ലോകമായിക്കോട്ടെ, ഇപ്പോൾ CBI പോലും 7 അത്രയല്ലേ, ഇത് 9 വർഷമായിട്ട് കുഞ്ഞു പെങ്ങളെ കല്യാണം. അത് മാത്രമല്ല ഇതിലുള്ള എല്ലാ കലാകാരന്മാരും എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം കൊണ്ടോ അല്ലെങ്കിൽ ഈഗോ കൊണ്ടോ ഒന്നും ഒരു ക്ലാഷും ഇല്ലാതെ തെറ്റിപ്പില്ലാതെ, അത് പെങ്ങൾ തന്നെയാണ് ഞങ്ങളതിലുള്ള. ഞാനാണ് അതിൽ വല്ലിക്ക. അപ്പോൾ ഇത്തവണത്തത് അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം. ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള കുറേ ഈ മീഡിയ, ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, നമ്മുടെ നവ മീഡിയ മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധേയരായിട്ടുള്ള കുറേ വൈറൽ ടീമുകളുണ്ടല്ലോ. ഞാൻ തന്നെ ഇന്നലെ അവിടെ നിന്ന് ഓരോരുത്തരെ, ഞാൻ നേരത്തെ പറയില്ലേ, ഞാൻ അധികം ഇതൊന്നും സെർച്ച് ചെയ്യാത്ത ആളാണ്. അവിടെ പുതിയ കുറച്ച് ആൾക്കാർ, ഞാൻ തെൻസീറിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാണ്. അവരെ ഓരോ പോസ്റ്റിലും അവരെ ഇൻസ്റ്റയിലൊക്കെ ഉള്ള വ്യൂവേഴ്സും അവരെ ഫോളോവേഴ്സൊക്കെ കാണുമ്പോൾ ചെറിയ മക്കളായിട്ടുള്ള അപ്പോൾ ഇവരെല്ലാം താരങ്ങളെക്കാളും വലിയ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെല്ലാം കൂടി വളരെ ടെക്നിക്കലായിട്ട്, ഞാൻ പറഞ്ഞു വരുന്നത് മീഡിയ എങ്ങനെ ഉപയോഗിക്കാം എന്നറിയുന്നൊരു ഗായകനാണ് തെൻസീർ കൂത്തുപറമ്പ്. അപ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ വേളയിൽ ഞാനും അപേക്ഷിക്കുകയാണ്, ജനങ്ങളെ മുമ്പിലിരുന്നുകൊണ്ട്. കാരണം ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 ഫാമിലിയുണ്ട്. ഒന്ന് നിസാം തളിപ്പറമ്പ്, ആദിലത്ത്. ഇവരെ 2 ആളെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരെ 2 പേരുടെ മക്കൾ മീഡിയയുള്ള. അപ്പോൾ വെറൈറ്റി മീഡിയ, വെറൈറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഫാമിലിയും നിങ്ങൾ അഭിമുഖീകരിക്കണം. എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ എനിക്ക് ഷൂട്ടുണ്ട് ഇവിടെ വെറൈറ്റി താജുക്ക ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, എന്തെങ്കിലും അതിൽ വരാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അത് നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു പാട്ട് ഇറങ്ങുന്ന സമയം താജിക്ക ഭയങ്കര ചെറുപ്പായിരുന്നു. ഇപ്പോഴും ചെറുപ്പാണ്, സുന്ദരനാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് സൗന്ദര്യം ഓക്കെ താങ്ക് യു. ഈ ഞാൻ മനസ്സിലാക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരാളെ ബിഹേവിങ് ആണ്. ഒരാളെ കാണിക്കുന്ന സ്വഭാവം, പെരുമാറ്റം, അയാളെ കൾച്ചറിൻ്റെ ഭാഗം. ഞാനിപ്പം നല്ല അല്ലെങ്കിൽ പറയും ഞാൻ ഭയങ്കര സുന്ദരനാന്നൊക്കെ പറയും, എൻ്റെ സ്വഭാവം ബിഹേവിങ്ങെല്ലാം മോശമായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടാവും. അപ്പോൾ സൗന്ദര്യം ഇപ്പോൾ കലാപ മണിച്ചേട്ടൻ
മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ കിട്ടുന്നത്? സന്തോഷം. കറുത്തൊരു മനുഷ്യനാണോ? അല്ല. അല്ലല്ലോ. അപ്പോൾ അതാണ് സൗന്ദര്യം. അതെ അതെ അതെ. അപ്പോൾ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് സ്വഭാവം കൊണ്ടും ഉണ്ട്. പറഞ്ഞോളൂ. സ്വഭാവം കൊണ്ടും ഉണ്ട്, കാണാനും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു താജിക്ക് ഒരുപാട് അങ്ങനെ ഇരുന്ന അങ്ങനെ ഇപ്പോഴും ഇരിക്കുന്ന അന്ന് ഇരുന്നിരുന്ന നിലനിർത്തി തന്നെ റബ്ബേ. ആളുകൾക്ക് ഒരുപാട് ആരാധികമാരുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും ഇല്ലേ? അന്ന് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും. എങ്ങനെയാ വന്നേ? പല വഴിക്കും വന്നിട്ടുണ്ട്. ഒരു വഴി പറഞ്ഞു നോക്കട്ടെ. അല്ല, പല വഴിക്കും. എനിക്ക് പിന്നെ എൻ്റെ കല്യാണ ചെലവ് വരെ മുഴുവൻ എടുക്കാന്നുള്ള എൻ്റെ കാസർഗോഡ് എൻ്റെ വലിയ വലിയ ആൾക്കാരെല്ലാം കൂട്ടുകാർ, സ്നേഹിതന്മാർ, വെച്ചാൽ സമപ്രായക്കാരല്ല, എന്നോട് ഇഷ്ടം കൊണ്ട് ആ സമയത്തൊക്കെ കുറേ. ഏതെങ്കിലും പെണ്ണുങ്ങൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതായത് വീട്ടിൽ നിന്നല്ലാതെ ആരാധന മൂത്ത ഒരു പെൺകുട്ടി? എത്ര പേര്. പിന്നെ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവരെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ ചോദിക്കുമ്പോൾ ആ കുട്ടി നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്ന് അവരോട് ഞാൻ അങ്ങനെ ചോദിക്കും. ഈ ഗേൾസേ എങ്ങനെയാ ചോദിക്കുക? ഫോൺ വിളിച്ചിട്ടാണോ ചോദിക്കുക? ഇഷ്ടമാണെന്ന് പറയാൻ ലെറ്റർ ആണോ? അല്ല, എനിക്ക് ഫോണും ലെറ്ററിൻ്റെ വലിയൊരു കഥ ഉണ്ട്. ആളെ പേരൊന്നും ചോദിക്കരുത് നമ്മൾ. ഇല്ല, പറയില്ല. ആളെ പേരൊന്നും ചോദിക്കരുത്. ഇല്ല. എനിക്ക് ഒരു ലെറ്റർ മുഴുവനും ഒരു പേജും അതിൻ്റെ പുറകെ അരഭാഗം, ഞാൻ റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബ്ലഡിൽ എഴുതിയിട്ട് അയച്ചനെ. ആരാ? സത്യത്തിൽ അവരെ നമ്പർ ഫോളോ ചെയ്ത് ഞാൻ അവരെ ബ്രദറെ ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് മെൻ്റലി പ്രോബ്ലം പെങ്ങളാണ് എൻ്റെത്, നന്നായിട്ട് എഴുതും, നന്നായിട്ട് വായിക്കും, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവളെ പുസ്തകം തന്നെ കുറേ വന്നിട്ടുണ്ട്, എനിക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ സ്പീഡ് കൊറിയറിലാക്കും റമദാനിൽ. സത്യം. ഫ്രഷ് ആയിരിക്കും? ഇല്ല, അതൊക്കെ അതിൻ്റെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ദൂരത്ത് നിന്ന്, വളരെ കേരളത്തിൻ്റെ അങ്ങേ തെറ്റാണ്, അത്രയും ദൂരത്ത് നിന്ന് ഇതൊക്കെ. അപ്പോൾ എനിക്ക് അന്നേരം ഡൗട്ടുണ്ട്, ഇതെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഷർട്ട്. ഞാൻ റെഡിമെയ്ഡ് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ എനിക്ക് ഷർട്ട് കൊടുത്തത്. പക്ഷേ ആ സമയത്തൊക്കെ ആ കുട്ടിക്ക് പിന്നീട് ഞാൻ അറിഞ്ഞ് എന്നെപ്പോലെ മറ്റു പലർക്കും ഇങ്ങനെ എഴുതേണ്ടി വരും. ഞാൻ വേറൊരു സിംഗർ ഞാനും കൂടി, സത്യം, വേറെ സിംഗറുടെ പേര് പറയില്ല, വേറെ സിംഗറും ഞാനും കൂടി ട്രെയിൻ യാത്ര ചെയ്യാം. അപ്പോൾ ആ സിംഗർ, ഞാൻ ഉറങ്ങുന്നതാണ് ആ സിംഗർ, ഞാൻ പക്ഷേ പാതി ഉറക്കാണ്, സ്ലീപ്പറിൽ എൻ്റെ മുന്നിൽ ഹലോ സിംഗർ സംസാരിക്കും. അപ്പോൾ ചെറിയ ലൗഡ് സ്പീക്കർ പോലെ ട്രെയിനിൻ്റെ ശബ്ദത്തിൻ്റെ മേലെ ഈ വോയിസ് കേൾക്കണ്ടിട്ട് എൻ്റെ സ്നേഹിതൻ സിംഗർ, ഞാൻ ഉറക്കത്ത് പാതി ഞെട്ടിയപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലേഡിയുടെ സൗണ്ട് ശ്രദ്ധിച്ചതല്ല, ഞാൻ കേട്ടതാണ്. ഞാൻ അതിന് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ചല്ല. ഏട്ടാ, ഇതെന്നെ വിളിക്കുന്ന കുട്ടിയല്ലേ? ഞാൻ ഐഡിയപരമായിട്ട് വീണ്ടും ഈ സിംഗറെ ചോലിൻ്റെ അടുത്ത് ഇങ്ങനെ, അപ്പോൾ സിംഗർ എന്നെ നോക്കുന്നുണ്ട്, എല്ലാ പാമ്പലിലേക്ക് കിടക്കുന്ന, അതായത് ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ഉറക്കന്നെയാണ്. ഞാൻ ഉറക്കന്നെ, പക്ഷേ ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടി. ഞാൻ സിംഗറോട് എടാ കട്ടേടാ, ആ കുട്ടിയെ ഫോൺ എടുക്കാതെ. അവൻ ഞെട്ടിപ്പോയി. താജുക്ക് എന്താ പറഞ്ഞത്? താജുക്ക് ആരാന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ ഫോണിൽ നിന്ന് റിങ്ങിയിട്ട് നമ്പർ കാണിച്ചു കൊടുത്തത്. ഞെട്ടിയവൻ. അപ്പം എനിക്ക് അത്രയും ഉറപ്പുള്ളതല്ലേ ഇത്. ഞങ്ങളുടെ സുഖയിലത്ര മോളാണ്, ഞാൻ ബ്രദറെ നമ്പർ തരാം. ഓ ഭയങ്കരമായിട്ട് വിവരിച്ച് തരുമില്ല എനിക്ക്. കത്തെല്ലാം കാണിച്ചു. സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആളെ. ഇഷ്ടപ്പെട്ടിനോ ഉണ്ട് എന്നറിയില്ല, പക്ഷെ ഭയങ്കര ആ മോളെ പറയൂ, ഇതൊക്കെയാണുള്ളത്. ഞാൻ സത്യം പറയാം, എനിക്ക് സ്പോർട്ടിൽ അങ്ങനെ കുറേ കഥകളുണ്ട്. പിന്നെ എൻ്റെ ഷാഫിയുടെയും ഭയങ്കര രസമുണ്ട്. നമ്മളെ ഷാഫി ഇത് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഷാഫി ഭയങ്കര രസികൻ കേട്ടോ. അങ്ങനെ ദിൽഹെ ഫാത്തിമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ എന്നെ ഒരു പെൺകുട്ടി വിളിക്കാറുണ്ട്. മിന്നാരത്തിലൊക്കെ നമ്മുടെ ശോഭനയുടെ ഈ പ്രിയദർശൻ സാറിൻ്റെ പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേറെ രസമായിരിക്കും, വോയിസിന്, ഫീമെയിൽ വോയിസിനൊക്കെ ഒരു ഹോൾ ഫീൽ ചെയ്യും. അതേപോലെ സുന്ദരമായിട്ടൊരു 17-കാരി എന്നെ വിളിക്കുന്നത്. എന്താ പറയുന്നത്, കിളിനാഥം എന്ന് മാത്രമല്ല ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പം ഞാൻ
ഗൾഫിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫോൺ ഇവിടെ വെക്കും. ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് അന്ന് ഫോണൊന്നും അവിടുത്തെ സിമ്മ ഉപയോഗിക്കുക ഫസ്റ്റ് തുടക്കക്കാരങ്ങൾ. അപ്പോൾ ഞാൻ പറയടാ എൻ്റെ അവിടെയുള്ള നമ്പറൊന്നും അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഷാഫിയോട് പറയും, ഞാൻ വരുന്നവരെ എൻ്റെ വിശേഷങ്ങളെല്ലാം നീ പറയണം, പിന്നെ എന്തെങ്കിലും താജുക്ക് ഇന്നേ ദിവസം വരും അങ്ങനെ എങ്ങനെയാണെന്നുള്ള ആരെയും ഏൽപ്പിച്ചു കൊടുത്തിന്. ആയിക്കോട്ടെ. അങ്ങനെ ഷാഫി ഇത് ഇൻ്റർവ്യൂ എന്തെങ്കിലും കാണുമ്പോൾ ഷാഫിൻ്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും ചീറ്റിച്ച് ഷാഫി അവതരിപ്പിക്കുക. അങ്ങനെ ഞാൻ 14 ദിവസം കഴിഞ്ഞിട്ടോ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പിന്നെ എന്നുമായിട്ട് വലിയ ബന്ധമില്ല. സത്യം. ഞാൻ 14 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഷാഫിനോട് എടാ ഇന്ന ആൾ വിളിക്കാറുണ്ട, അത് താജുക്ക് അവരെ വിളിക്കാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ഒരു ഐഡിയ എൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ചെറിയ വയസ്സല്ല എനിക്ക് ഷാഫിക്കൊക്കെ. താജുക്ക് അത് ആൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു ആൺകുട്ടിയാണ് എടാ, ഞാൻ ഇന്നെ ഏൽപ്പിച്ച പെൺകുട്ടിൻ്റെ കാര്യമായിട്ട് താജുക്ക് അത് ആൺകുട്ടിയാണ്. താജുക്ക് എല്ലാം പിടല് പെട്ടിട്ടിരിക്കുക ഷാഫി. ഞാൻ ചോദിച്ചു എന്താ കാര്യം പറഞ്ഞ, താജുക്ക് നിങ്ങൾ സംഭവം അറിയാം, നിങ്ങളോട് ഞാൻ തെറ്റിയതിന് ഞാൻ നിങ്ങളെ മേലെ കയറിയിട്ട് ഞാനോളെ ലൈനടിച്ച് പ്രേമിക്കാനുള്ള നോക്കിയേ. ഒരു രസം ചെറിയ കുട്ടികളെ ഞങ്ങളൊക്കെ ആ സമയത്ത് എത്ര 20 കൊല്ലം മുമ്പ് 19 വർഷം മുമ്പുള്ളതല്ലേ. എന്നാൽ ഇനി കഥ പറ. അപ്പോൾ ഈ കുട്ടി അന്ന് 2-3 പേരുണ്ട്. ഒന്ന് കോഴിക്കോട് 2 പേരുണ്ട്. എനിക്ക് ഷൗക്കത്ത് എന്ന് പറഞ്ഞു അടിപൊളിയായിട്ട് ഫീമെയിൽ വോയിസ് സംസാരിക്കും. എത്രയോ ആൾക്കാരെ പറ്റിക്കൽ. ഞാൻ ഭാഗ്യത്തിന് ഞാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. ഷാഫി ഇതിൽ ലയിച്ച് അങ്ങനെ കുറേ തമാശ ഉണ്ട് എൻ്റെ ഷാഫിൻ്റെ, കുറേ തമാശ ഉണ്ട്. അപ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു അവസാനം ഷാഫി ഇതിൽ പെട്ടുവോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഷാഫിനോട് പിന്നെ ആ ലേഡി പറഞ്ഞു ഷാഫിക്ക ഞാൻ സത്യത്തിൽ പെണ്ണല്ല പിന്നെ ആണാണ്, എൻ്റെ പേരെന്താ ഷൗക്കത്ത് അങ്ങനെ എന്താ പേര് പറഞ്ഞു. ഷാഫി വിശ്വസിക്കുന്നില്ല. അല്ല പ്രണയമല്ല, ഒരു റിലേഷൻ ഉണ്ടാവും. ഒരിക്കലും ഞാൻ എന്നിട്ടും വിശ്വസിക്കുന്നില്ല ഈ ഷാഫിനോട് കഥ പറഞ്ഞിട്ടും. അങ്ങനെ ഷാഫി പറഞ്ഞു എന്നാൽ പിന്നെ നേരിട്ട്, ഇത് ഷാഫിനോട് പറഞ്ഞ കഥയാണ്, നേരിട്ട് എനിക്ക് നിങ്ങളെ കാണുന്നു. ഇവൻ്റെ ഈ പെൺകുട്ടിയുടെ വോയിസിൽ കോളേജിൽ പഠിക്കുന്ന വേറെ സുഹൃത്തിനെ അജ്ഞാത കോളിൽ വിളിക്കുമല്ലോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഞാൻ പോവാണ്, ഞാൻ ആൺകുട്ടിയാണ് നിങ്ങളെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ മറ്റേ കൂട്ടുകാരൻ സൂയിസൈഡ് വരെ ചെയ്യാൻ പോയി. അതിൻ്റെ ശേഷം ഇവൻ ആരെയും ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കില്ല. പക്ഷെ ഇതൊരു സെലിബ്രിറ്റികളല്ലേ എന്ന് വെച്ചിട്ട് ഷാഫിനോ നേരിട്ട് വിളിച്ചിട്ടുമില്ല, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വിളിയാണ്. അങ്ങനെ ഷാഫി കാസർഗോഡോ കാഞ്ഞം കടന്നല്ലോ. ഷാഫി ഇത് അറിയണമല്ലോ. അങ്ങനെ ഫോണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ വോയിസ് തന്നെയാണ് ഷാഫിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാഫി വെച്ചെന്നാൽ പിന്നെ ഇത് ചിലപ്പോൾ ആണാന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ വരുത്തിച്ചിട്ട് കാണ്ടിട്ടായിരിക്കും. ഷാഫി അടുത്തടുത്ത് സൗണ്ട് സംസാരിക്കുന്ന ഫോണും ആളും ആൺകുട്ടിയാണ്. അവൻ പറ്റിക്കുന്ന ആളെ ഓരോരുത്തരും ചെയ്തില്ല. എല്ലാം ഷാഫി എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞാൻ ഷാഫി അത് വിശ്വസിക്കാഞ്ഞിട്ട് നേരിട്ട് പോയി കണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ എൻ്റെ മുമ്പിലിരുന്നിട്ട് പോപ്പുലറായിട്ടുള്ളൊരു ഫിലിം സ്റ്റാറിനെ കോഴിക്കോട് ടൗണിൽ ഇട്ടാവട്ടം തിരിപ്പിക്കുന്നത് ആർട്ടിസ്റ്റിനെ പേര് പറയുന്നില്ല, പറയാൻ പാടില്ലല്ലോ. ഞാൻ കോഴിക്കോട് 3 എനിക്ക് പേര് മറന്നുപോയി. ഞാൻ ഇതേപോലെ തന്നെ പിന്നെ ഒരാളുടെ പറഞ്ഞിട്ട് അന്ന് കണ്ടുമുട്ടിയിരുന്നു. മില്ലിയനെ മോഡീസ് ഞാൻ വർക്കിന് പോയ സമയത്താണ് ഈ പുള്ളിയെ കണ്ടുമുട്ടി. അങ്ങനെ അവിടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ പറയും നിങ്ങൾ ആരെങ്കിലും പിന്നെ ഒന്ന് വിളിച്ച് കളിയാക്കുന്ന എനിക്കൊന്ന് കാണിച്ചതാണ്. അത് കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഫിലിം സ്റ്റാറിനെ കോഴിക്കോട് ടൗൺ ഇങ്ങനെ കറക്കി വിടുന്നു ഫോൺ ചെയ്തിട്ട്. ആ ആൺകുട്ടിയായിട്ടുള്ള ആ സമയത്തുള്ള പിന്നെ അവരായിട്ടൊന്നും റിലേഷൻ ഒന്നുമില്ല. കൽബാണ് ഫാത്തിമയില് ഒരു നായിക ഉണ്ടായിരുന്നു, ഇതാ വിന്നി. നമുക്ക് അറിയില്ല പുള്ളീനെ പറ്റി, ആ ഒരു ഫാത്തിമയായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആളായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാ? കുറെ കാലമായിട്ടില്ലായിരുന്നു. പിന്നെ അവളെ കൂട്ടുകാരി വിളിക്കാറുണ്ടായിരുന്നു. താജുക്ക ഞാൻ വിന്നിയുടെ ഫ്രണ്ടാണ് കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ദുബായിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു തവണ ദുബായിൽ ഞാൻ ഏതൊരു സ്ഥലത്തൊരു കഫ്റ്റേരിയയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കഫ്റ്റേരിയ പോയി തിരിച്ചു വരുമ്പോൾ പറഞ്ഞു ഇവിടെ നിൻ്റെ ഫാത്തിമ ഇവിടെ ആയിരുന്നു, ഇതിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മേലെയായിരുന്നു താമസിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫാത്തിമ, എൻ്റെ കൽബാണ് ഫാത്തിമയിൽ നായിക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കാണുന്നത്. അപ്പോൾ അവരെ നമ്പറിൽ അവരെ പരിചയമുള്ള ആൾക്കാരുടെ വിളിച്ചു ഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞു. കാണാൻ കഴിഞ്ഞില്ല.
പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ പവർട്ടി അങ്ങോട്ട് ഇവിടെ താമസിക്കുന്നത്, നമ്മുടെ യൂസഫ് അലിക്കയുടെ അങ്ങോട്ട്. അവിടെ എന്തോ ഒരു ആവശ്യത്തിന് ഒരു വർക്കിനോ എന്തിനോ പോയപ്പോൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അന്ന് അവളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച സമയത്തുള്ളതല്ലാതെ നല്ല തടിയൊക്കെ ഉണ്ട്. അതിനുശേഷം നേരെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ? ഇല്ല. പക്ഷേ ഈ അടുത്ത് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചു. എൻ്റെ എന്തോ ഒരു വാർഷികം, കൽബാൺ ഫാത്തിമയുടെ എത്ര വാർഷികം ഞാൻ FB-യിലിട്ട സമയത്ത് സത്യത്തിൽ അതും ആ പേര് നോക്കണം, വിന്നർ. യെസ്, അതിൽ വന്നു വിൻ ചെയ്തു. പക്ഷെ ഒരു ആൽബം തന്നെ ചെയ്തുള്ളൂ തോന്നുന്നല്ലേ പുള്ളി? വേറെ ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഞങ്ങളും ശ്രദ്ധിച്ചില്ല. അത് ചെയ്തിട്ട് പിന്നെ ആ കുട്ടിയുടെ ആ പേരിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എനിക്കൊന്ന് നമ്മുടെ മാവൂരുള്ള ഹോസ്പിറ്റലിലെ കോഴിക്കോട് ആശ ഹോസ്പിറ്റൽ അതിപ്പോൾ പൊളിച്ചിട്ടുണ്ടാവും. അവിടെ എനിക്കൊന്ന് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ പ്രസവം എന്തോ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണല്ലോ, ഗർഭിണിയായിട്ടുള്ള. അത് വിജയിച്ച ഒരു ഓപ്പറേഷൻ അങ്ങനെ എന്തായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിൽ ആരും ഇട്ട പേരാണ് വിന്നി. അവളെ അമ്മ പറഞ്ഞ ഒരു ഓർമ്മ എനിക്കുണ്ടായി അങ്ങനെയുള്ളൊരു കഥ, വിന്നി എന്നുള്ള. ഓക്കെ, നമുക്കിനി വേറൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, ഭയങ്കര എല്ലാവരും കൂടി ആക്കി അടിച്ചു പൊളിച്ചൊരു പാട്ട്. ഏതാ പാട്ടെന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൂടി പാടുകയാണല്ല എല്ലാ ആർട്ടിസ്റ്റുകളും അരിപ്പോ തിരിപ്പോ. അയ്യാ സത്യോ, അരിപ്പോ തിരിപ്പോ. അത് ശരിക്കും എങ്ങനത്തെ ആരുതായിരുന്നു ആ സോങ്? അത് മില്ലേനിയൻ മുഡീസ് തവണ ഞാൻ സജ്ജേട്ടനെ കാണാൻ പോയ സമയത്ത് എൻ്റെ അടുത്താണ് ഒരു പാട്ട് ചെറുങ്ങനെ കത്തി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഇല്ല, അഫ്സൽ ഖാ, ഷാഫി, വേറെ ആരുതൊക്കെ ഫോട്ടോ, ഇവരെ പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണേ. അപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏതായാലും ഒരു ഓളമുണ്ടായി മാപ്പിളപ്പാട്ടിൻ്റെ. അന്നേരം ഞാൻ തുറന്നു പറഞ്ഞാണ്. ആ സമയത്ത് എൻ്റെ ഫോട്ടോ അതിൽ കാണുന്നില്ല, സത്യം. ഞാൻ തുറന്ന പക്ഷെ എന്നിട്ടും ഞാൻ സജിയേട്ടൻ പറഞ്ഞൊരു വാക്ക്, എടോ ഇത് കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാട്ട് സജിയേട്ടൻ അവിടെ നിന്ന് അരിപ്പോ തിരിപ്പോ, അതിൻ്റെ എൻ്റെ വരി പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. അരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് ബൈനാമ്പള്ളി, അങ്ങനെ എന്തോ എനിക്ക് ബൈഹാർട്ടില്ല, നോക്കി പാടും. അത് എനിക്ക് തോന്നുന്നത് സംഗീതം ചെയ്തത് ആദിൽ അത്വാണെന്ന് തോന്നുന്നു, നമ്മുടെ സിംഗർ. പാടിയത് ആബിദ് കണ്ണൂർ. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ യാദൃശ്യമായിട്ട് ഹിറ്റായി എന്നുള്ള അറിയിക്കുന്നത്. പിന്നെ ഞാനടക്കം ദൂരെ വഴിക്കുള്ള യാത്രകളിലൊക്കെ പരിപാടികളൊക്കെ പാടുന്നു. ഒരു ദിവസം എൻ്റെ ഉപ്പയുടെ അനുജൻ്റെ മകളുടെ ഷായിന, അഡ്വക്കേറ്റാണ്, ഇപ്പം ദുബായിലാണ്. അവൾ തലശ്ശേരി കൗൺസിലറൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ നടത്തിയ ഫ്ലവർ ഷോയിൽ ഉഷാ ഉതുപ്പായിരുന്നു വന്നത്. ഞാൻ ഇൻ്റർവ്യൂവിലാണ് ഉഷാ ഉതുപ്പ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ഉമ്മ എന്നാണ് വിളിക്കാറുള്ളൂ. അപ്പോൾ ഇവർ വടകര വഴിക്കാണ് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്തേ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഏതോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വടകര, എൻ്റെ വീടിൻ്റെ സൈഡിലാണ് ഹൈവേ. ഇതിലെ പാസ് ചെയ്യുമ്പോഴും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയതുകൊണ്ട്. ഏകദേശം എലത്തൂർ എത്തുന്ന സമയത്ത് ഞാൻ ഉറങ്ങി എണീറ്റുണ്ടാവും. അപ്പോൾ എൻ്റെ കോൾ വരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഷായ പിന്നെ ഇന്ന ആളിൻ്റെ കൂടെ ഞാൻ ആര് പക്ഷേ അതിപ്പോൾ ഞങ്ങൾ ഷോന് വന്നിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് കൊടുത്ത് പരിചയപ്പെട്ട ആളോ ഠാ ചൂട്ടി എന്നല്ല പറഞ്ഞ് വിളിച്ചു തുടങ്ങി. പക്ഷേ പിന്നീട് ഞാൻ നമ്പർ ആ സമയത്ത് ഷായനോട് മേടിച്ചു. പിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങി. പിന്നെ വിളിക്കുമ്പോഴൊക്കെ ഈ ദീദി എൻ്റെ പാട്ടുകൾ പാടാറുണ്ടല്ലോ. അന്നും ഫ്ലവർ ഷോനും നെഞ്ചിനുള്ളിൽ പാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞു എൻ്റെ ബ്രദറാണ് ഷായി പറയുന്നത്, അങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വേദികളിൽ നിന്നൊക്കെ ദീദി പാടുമ്പോൾ പിന്നെ എനിക്ക് എത്ര പാട്ടുകളുടെ ആ മേഡത്തിന് പാടാൻ. പിന്നെ ഞാൻ വിളി അടുപ്പം എന്നെ ബുദ്ധൂസെന്ന് വിളിക്കും. പിന്നെ ഞാൻ ഉമ്മ എന്നാണ് വിളിക്കാറ്. സജിയേട്ടൻ ചോദിച്ചു ഈ അരിപ്പോ തിരിപ്പോര് നിനക്ക് ദീദി, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വിളിച്ച് പരിചയം. അപ്പോൾ ദീദി ആ സമയത്തും അന്നും ഇന്നും ദീദി വിചാരിക്കുന്ന ആ പാട്ട് ഞാനാ പാടിയെന്നാ. ഞാനാണ് അരിപ്പോ താജുദ്ദീനെ എന്നെ കൊണ്ടാണല്ലോ സജിയേട്ടൻ വിളിപ്പിച്ചത്. ആ പാട്ട് ഞാൻ പാടിയെന്നാ ദീദി കരുതുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു. എനിക്ക് സത്യത്തിൽ സജിയേട്ടൻ പറയും ഒരു മരവിപ്പായിരുന്നു എനിക്ക് വിളിക്കുന്ന സമയത്ത്. കാരണം ഇത് ആരാണ് മൈക്കിൾ ജാക്സന്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വരെ ഇരുന്ന് പാടുന്ന അത്രയും ഒരു ഗായിക, ലോകം അറിയുന്ന ഗായികയല്ലേ. അപ്പോൾ വരാമെന്ന് പറഞ്ഞു സജിയേട്ടനോട്. ഞാൻ പറഞ്ഞു സജിയേട്ടൻ ഇനി നിങ്ങൾ കോൺടാക്ട് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സജിയേട്ടൻ കോൺടാക്ട് ചെയ്തു.
വടകര പേരാമ്പ്ര ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. മേക്കപ്പ് ഏകദേശം എങ്ങനെയല്ലോ ഒന്ന് ഒഴിവാക്കി ആ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് എന്നോട് പറഞ്ഞ് എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ എനിക്ക് പനി വന്ന് ടെൻഷനായിട്ടോ? ആ ടെൻഷനായിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഒരു കപ്പ് സിറപ്പൊക്കെ മേടിച്ചു. ചുമയും എന്തെല്ലോ ഒരു അവസ്ഥ എനിക്ക് പേടിച്ചിട്ട്. ദീദി വരുമോ എന്നില്ല. മദ്രാസിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് കോഴിക്കോടേക്ക് വരണം. ഞാൻ സാധാരണ വരുന്ന വഴിക്ക് കാത്തു നിന്ന് കാണുന്നില്ല. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള എയർപോർട്ടിൻ്റെ പുറത്തിങ്ങനെ ആൾക്കാരുണ്ടാകുമെന്ന് മാത്രമേ കയറുന്നെന്ന് പറഞ്ഞിട്ടുള്ളൂ. എനിക്കിങ്ങനെ പേടി. ഞാൻ എന്നെ തന്നെ ആയിരിക്കുമോ, ഞാൻ തന്നെ സംസാരിച്ച രീതി തന്നെ ആയിരിക്കുമോ എന്നെല്ലാം എൻ്റെ ഓവർ സംശയങ്ങൾ. വേറൊരു വഴിക്കിട്ടാണ് ഒരു നമ്മളെ നിർമ്മയുടെ ഒക്കെ പരസ്യം പോലെ വെള്ള ചൂരിദാറിട്ട് ദീദി വരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഒന്നുമില്ലാത്ത ഒരു പരിചയമില്ലാത്ത കോളിൽ കൂടി മാത്രം പരിചയമുള്ള ഒരു ഞാനൊന്നുമില്ലാത്ത ഞാൻ വിളിച്ചിട്ട് വലിയൊരു താരം കൽക്കത്ത ടു ചെന്നൈ, ചെന്നൈ ടു കോഴിക്കോട് വന്നെന്ന് മാത്രമല്ല ഈ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. ചുരുക്കി പറയണം, എല്ലാവരും ഉണ്ട്. ഈ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ദീദി ഉണ്ട് പേരാമ്പ്ര ടൗണിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഓടിച്ചെല്ല് എന്തോ പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പഠിച്ചോൻ എന്തെങ്കിലും കുറവ് വരുത്തിയോ, സജിയേട്ടൻ്റെ ഭാഗത്തുനിന്നോ അല്ലേ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ ഡീൽ ചെയ്തതിലോ എന്ത് പിഴ പറ്റിയോ എന്നുള്ളത്. ഞാൻ ഓടിപ്പോയി എൻ്റെ അകത്ത് കയറിയിരിക്കുമെന്നാണ്. വണ്ടി കയറി എന്നിട്ട് എന്തിനാണെന്ന് ഇന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്തിനാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കരഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയും ഒക്കെ കെട്ടിപ്പിടിച്ച് മൊത്തം തന്നിട്ട് ദീദി പോയി. എന്തിനാണെന്ന് ഞാൻ ഇന്നേരെ ചോദിച്ചില്ല. എന്തെങ്കിലും എൻ്റെ രൂപത്തിൽ എന്തെങ്കിലും മുപ്പര നഷ്ടപ്പെട്ട മോനോ അല്ലെങ്കിൽ ബ്രദറോ ആരെങ്കിലും സാദൃശ്യമുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്താണെന്നല്ല. ഒരു അത് മാത്രമല്ല, താജിലായിരുന്നു താമസിച്ചത്. ഞാൻ ആദ്യമായിട്ട് താജിൻ്റെ ഉള്ളിൽ കാണുന്നത് ദീദി 2 റൂം എടുത്തില്ല. ഞാൻ പോയി ദീദിയുടെ റൂമിലെന്തെങ്കിലും, ഞാൻ ചെറുതല്ലേ. ആ സമയത്ത് ദീദി എനിക്കും എൻ്റെ ഉപ്പാക്കും ഗിഫ്റ്റുകളുണ്ടായിരുന്നു. വലിയ ബാഗ് നിറച്ച് ഉപ്പാക്ക് ഷർട്ട്, പെർഫ്യൂം ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിപ്പം തീർന്നിട്ടില്ല. അതെ, അതുപോലെ തന്നെയായിരുന്നല്ലേ MG ശ്രീകുമാർ. അത് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഈ കാണുന്ന കേൾക്കുന്ന ഓഡിയൻസ് തെറ്റിദ്ധരിക്കരുത്. ദാസേട്ടൻ ഗന്ധർവൻ തന്നെയാണ്. മുഹമ്മദ് റഫീ സാബാണ്. മെഹദി, ഗുലാം, ദാസേട്ടൻ ഇവരൊക്കെയാണ്. റഫീ സാബ് പാട്ടിൻ്റെ ഒലി. പക്ഷെ എനിക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എന്താണെന്നല്ല, എൻ്റെ ഇഷ്ടമല്ല എനിക്ക് പറയാൻ പറ്റും, MG സാറാണ്. എന്താണെന്നറിയാം, ഈ ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാശക്തി ഉണ്ടല്ലോ, ഗായകശക്തി. അന്ന് വന്ന് ഏകദേശം ഒരു 90% കലാകാരന്മാരും പാട്ടുകാരും ദാസേട്ടൻ്റെ സ്റ്റൈലായിരുന്നു അനുകരിച്ചതോ അല്ലെങ്കിൽ അതുപോലെ പാടിയാലാണ് വലിയൊരു ഗായകനായിട്ട് അംഗീകരിക്കപ്പെടുന്നൊരു ധാരണ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊന്നും അല്ലാതെ സ്വന്തമായ ഒരു ആലാപന ശൈലി. കറുത്ത പെണ്ണേ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ഓരോ പാട്ടും ആതിരവരവായി അല്ലേ, സ്വാമിനാഥ പരിപാലയാസുമാ. അല്ല ഞാൻ എൻ്റെ സൗണ്ടോ അല്ല, MG സാറ്. ഞാൻ ഓരോ പാട്ടും സ്വന്തമായ ഒരു ശൈലിയാണ്, ആരും അനുകരിക്കാതെ ഇന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്റ്റേജ് ഷോ, ലൈവ് പാടാമെന്ന് പറയാം. ലൈവ് ഷോ പാടുമ്പോൾ മറ്റുള്ള ഒരുപാട് ഗായകർ പാടുന്നതിനേക്കാളും പിന്നെ മമ്മൂക്ക ഫാനാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പടം കണ്ടത് ലാലേട്ടനാണ്. പക്ഷേ ലുക്ക് വൈസ് ഞങ്ങളൊരു മോഹൻലാലാണ്. അതെല്ലാവരും പറയണ്ടോ. ഞാൻ പറയട്ടെ, ഞാൻ സത്യം പറയാം. മമ്മൂക്കാൻ എന്താ ലാലേട്ടൻ നടനല്ല എന്നല്ല, പ്രപഞ്ചത്തോളം വലിയ നടനാണ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ. മമ്മൂക്കത്. പക്ഷെ മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മമ്മൂക്ക വെച്ച് മറ്റേത് നടന്മാരെ കുറിച്ച് ഒരു പരിധി വരെ എല്ലാവരെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ്സൊക്കെ കേൾക്കാറുണ്ടല്ലേ. മമ്മൂക്കയെക്കുറിച്ച് ഇന്നേവരെ കേട്ടത് എന്താ, ഒരു പരുക്കനാണ്, കുറച്ച് ജാടയാണെന്നുള്ള, വേറെ ഒന്നും കേട്ടില്ല. കുടുംബജീവിതത്തിലായിക്കോട്ടെ ഒന്നും അല്ലേ, ചാരിറ്റിയിൽ നല്ല അവർ മാതൃകാ നടൻ എന്നുള്ളത്. അതുപോലെ ഒരു ഗായകൻ എത്രത്തോളം ചിരിക്കാറുണ്ട്. MG കണ്ടില്ലേ, ബാക്കിയുള്ള ഗായകരൊക്കെ വന്നിട്ട് വേദിയിൽ ഇൻ്റർവ്യൂവിലൊക്കെ ഇരിക്കുമ്പോഴെന്താ അത്
ഭയങ്കര സംഭവം. എം ജി എത്ര വലിയ ഗായകനാണ്, ദേശീയ അവാർഡ് മേടിച്ച ഗായകനാണ്, സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ഗായകനാണ്. ആ വലിയ ഗായകന് സംഗീതം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. പക്ഷെ ആ സദസ്സിൽ എവിടെന്നെങ്കിലും എയർപോർട്ടിലൊക്കെ ചിലപ്പോൾ യാദൃശ്യമായിട്ട് എം ജി സാറിനെയും വൈഫിനെയൊക്കെ കണ്ടുപോലെ നമ്മളടുത്ത് വന്നിട്ട് അയാൾ കാണിക്കുന്ന ഇഷ്ടവും സംസാരവും, അല്ലെങ്കിൽ ഒരു ആൽബം ഇടയിലെ ചെറിയ പോസ്റ്റിലുള്ള ഒരു കലാകാരനാണ്, പാട്ടുകാരനാണുള്ള ധാരണയിലൊന്നല്ല. നമ്മൾ അവരോളം ചേർത്ത് വെച്ചിട്ട് വിശേഷങ്ങൾ വയ്ക്കും. വടകര എപ്പോഴെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ വളരെ റയറായിട്ട് കല്ലുമ്മക്കായി കിട്ടുമെന്ന് ചോദിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അത്രയും ഭയങ്കര അടുപ്പം കാണിക്കും. ജാട എന്ന് പറഞ്ഞ് ഞാൻ ഇന്നേരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചോദിച്ചോണ്ട് പറഞ്ഞു. താജുക്ക പാട്ട് മാത്രമല്ല, ഒരു അസാധ്യമായ ഒരു ഡാൻസറും കൂടിയാണ് തെളിയിച്ച ഒരു ആൽബാണ് ഒരു പൂ തന്നാൽ. അതിൽ ശരിക്കും നിങ്ങൾ ലാലേട്ടനെ പോലെ തന്നെ ഉണ്ട് അല്ലേ? അത് സത്യത്തിൽ എൻ്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മമ്മൂക്ക ഫാനാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ പടങ്ങൾ കണ്ടത് ലാലേട്ടൻ്റെ ആണ്. കാരണം ഒരു പരിധിവരെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പ്രേമം, കോമഡി, അടിയാണെങ്കിൽ കച്ചറ, ഇതെല്ലാം കൂടി നമുക്കൊരു മൂഡ് ക്രിയേഷൻ ചെയ്യുന്ന ഒരു പടങ്ങളായിരിക്കും ലാലേട്ടൻ്റെ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അനുകരിച്ചതല്ല. ഒന്നാമത് ഞാൻ അന്ന് എൻ്റെ ചില സമയത്ത് എന്നോട് ദിലീപിൻ്റെ കട്ടുണ്ട് എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. ഇപ്പോഴല്ല, കുറേ മുമ്പ് എന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചിത്രത്തിലെ നായിക രഞ്ജിനി, അതുപോലെ സിംഗർ ബാംഗ്ലൂർ അസ്ലം ജി എന്നെ ദിലാൽ എന്നാണ് വിളിക്കാറ്. അതുപോലെ നമ്മുടെ നടൻ സിദ്ദിഖ ദിലാൽ എന്ന് വിളിക്കും. ഞാൻ എന്താ ദിലാൽ, ദിലീപും ലാലും ചേർന്നുള്ളൊരു സംഘം. ഇപ്പോഴല്ലേ, കുറേ മുമ്പ് എന്നെ വിളിക്കാറ്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ പോയിട്ട് വെള്ളം നിൽക്കും അല്ലേ? എൻ്റെ കയ്യിൽ ഒഴിച്ചാലോ, കയ്യിലെ ഷേപ്പിൽ എവിടെ ഒഴിച്ചാലും ആ ഷേപ്പിൽ പോയി നിൽക്കുന്ന ഒരു അസാധ്യ കലാകാരൻ ലാലേട്ടൻ. അപ്പോൾ അത് നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ അറിഞ്ഞ ഒരാൾ ലാലേട്ടൻ. ചിലപ്പോൾ എൻ്റെ രൂപസാദൃശ്യം കൊണ്ടായിരിക്കാം, അല്ലെ തടി കൊണ്ടായിരിക്കാം, എന്തായിരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. ഇതൊക്കെ ഭയങ്കര രസമാണ്. കുതിര വണ്ടിയായിരുന്നു ഏൽപ്പിച്ചത്. ജഗന്തേട്ടനാ ക്യാമറ. ഈ പാട്ടൊന്ന് പാടോ. കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിനഴകേ തിളങ്ങുന്ന താരകമേ, എൻ സഖിയായി നീയും വരുമോ, മനം നിറയെ മധുരം തരുമോ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ. സൂപ്പർ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടിവെച്ച കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീയൻ ഇണയായി കൂടുമോ. സൂപ്പർ. താജുക്ക് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ പാടണമെന്ന് ആഗ്രഹിച്ചിട്ട് പാടാൻ പറ്റാതെ പോയൊരു പാട്ടുണ്ടായിട്ടുണ്ടോ? ഒറ്റ സ്പോട്ടിൽ പറയും. ഒരു നാളും പറയാതെ അകതാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി, കേൾക്കാനായി കാതോർത്തു പലവട്ടം അണഞ്ഞിട്ടും പറയാതൻ പ്രണയം വെണ്ണീരായി, നീ നിറ കണ്ണാലെന്നെ പിരിഞ്ഞു പോയി, ആ വേദനയിൽ കൽബ് പൊട്ടി കരഞ്ഞു പോയി. ഒരു നാളും പറയാതെ അകതാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി. താജുക്കേൻ്റെ ഇനിയില്ല ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പ്രിയതമയുടെ കൈപിടിച്ച് 2 റൗള ഷെരീഫിലും ഖൈബാലത്തിലും പിന്നെ ആരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തും പോയി ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, ഈ ജീവിതത്തിൽ തന്ന സൗഭാഗ്യങ്ങളിലും അതോടൊപ്പം
ഒരു ഹജ്ജ് ചെയ്യുക. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയാം. അതെ ആമീൻ. ആമീൻ. താജിക്ക, ഒരുപാട് സന്തോഷം. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഒരു മുഖത്തെ നേരിട്ട് ഇത്ര നേരം കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ആമീൻ. താങ്ക് യു സോ മച്ച്. Thank you. ഓക്കെ.